മിക്സർസിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. അത് ആരടാ ഹലോ ബ്രോ, നല്ല കത്തലുണ്ട്, നല്ല രണ്ടുപേര് ഓടിക്കത്തില്ലേ ബ്രോ ഇത് വണ്ടി നോക്കി ഓടിക്കാറിയത്തില്ലേ? കേട്ടില്ല, നിന്റെ വഴിയൊന്നല്ലേ? എടാ നിങ്ങളേതാ ഗ്യാങ്? എടാ നിങ്ങളേതാ ഗ്യാങ് ഏതാ? നിങ്ങൾ ഗ്യാങ് ഏതാ? മനസ്സിലായാ? നിങ്ങൾ ഗ്യാങ് ആണോ? വിട് വിട് കൊമ്പ വിട് 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 വാ വാ വാ. അത് പോട്ടെ അത് പോട്ടെ അത് പോട്ടെ. KV ആണോ? KV ആണോ അത്? ബ്രോ നിങ്ങൾ ഹലോ ബ്രോ കേക്കാ? നിങ്ങൾ KV ആണോ? KV ആണോ നിങ്ങള്? ബ്രോ നിങ്ങൾ വരാവോ? ഇങ്ങോട്ട് വരാവോ? അല്ലാഹു അക്ബർ. പൊക്കോളൂ, ഞാൻ സംസാരിച്ചില്ല. ബ്രോ KV തരാണ് ബ്രോ. അത് വെച്ചാലേ ഈ വണ്ടി വന്ന് ഇടിച്ച് ഒന്നതായിട്ട് നിങ്ങളാ നമുക്ക് അറിഞ്ഞൂടാ, മനസ്സിലായില്ലേ? പറഞ്ഞു എടാ അതെ നിങ്ങൾ ഒരാളെ പറടാ, എല്ലാവരും പറയല്ലേ? കാറിലോ ഉണ്ടോ? കാറിലോ ഉണ്ടോ? കാറിലൊന്നും വന്ന കാറിലോ കാരണം അത് നമ്മള് അവിടെ രണ്ടാൾക്കാർ നിൽക്കുക, രണ്ടല്ല കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നേരെ വന്ന് ഇടിച്ചിട്ട് നമ്മളെ രണ്ടാളെ കൊന്ന്. അപ്പൊ കൊന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഇവരാരെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ നേരെ ചെന്ന് ചോദിച്ചു ബ്രോ എവിടെ നോക്കി ഓടിക്കുന്ന ചോദിച്ചു. അപ്പൊ ബ്രോ കത്തലാന്ന്. അപ്പൊ പറഞ്ഞ അത് മനസ്സിലായി ബ്രോ. കുറച്ച് പയ്യെ വന്നിടോ ചോദിച്ചു. പറഞ്ഞു ബ്രോ നിങ്ങൾ വൈകുന്നങ്ങ് മാറി ഇന്നൂടെ എന്ന്. നമ്മളിവിടെ ഡ്രസ്സ് മാറിയിട്ട് മറ്റേ മിസ്റ്റർ ആയിട്ട് മീറ്റിങ്ങിന് പോകാൻ നിൽക്കുവാണ്. ശരി, പിന്നെ അന്ന് നമുക്ക് KV നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഗ്യാങ് ഏതാ ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കാണ്, അവന്മാര് വണ്ടി കൊണ്ട് വന്നിട്ട് രണ്ടുപേരും ഇടിച്ചു കൊന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ എന്താണ് ബ്രോ നോക്കി ഓടിക്കണേ പറഞ്ഞു. അപ്പത്തീ ഇവൻ പറയാണ്, അപ്പൊ അതിനകത്ത് ഒരുത്തം പറഞ്ഞു കത്തലാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു ഇന്നപ്പത്തീ മറ്റവൻ പറയാണ്, പുറകെ വേറെ ഒരുത്തൻ പറയാണ് റോട്ടിലാണോ നിങ്ങളൊക്കെ നിൽക്കണേ. ഇവന്റെ അകത്ത് നിന്ന് നമ്മളോട് ബ്രോ ഞാൻ പറയട്ടെ, ബ്രോ ഓക്കെ നല്ല സമയത്ത് പറഞ്ഞു, ഓക്കെ നല്ല പറഞ്ഞു. നിങ്ങൾ ആദ്യം ബ്രോ കാറാൻ തുടങ്ങി. ഇപ്പൊ പറഞ്ഞു അല്ലല്ല ഈ സംസാരം ആയെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ഈ റോട്ടിലങ്ങ് മാറി ഇന്നോടെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ സംസാരം. എടാ അത് അല്ലടാ ഞാൻ പറയട്ടെ, അത് മനസ്സിലായി. അല്ലല്ല ഞാൻ പറയട്ടെ, എടാ കത്തലുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു ബ്രോ. അത് എടാ റോട്ടിൽ നിന്ന് മാറി ഇന്നോടെന്ന് പറഞ്ഞത് ആ ടോണിലല്ലല്ലോ. സംസാരിച്ചത് അതിനകത്ത് ഞാൻ പറയാൻ കാരണം എന്താണ്, അതിന്റെ ബാക്കിലിരുന്നവൻ പറഞ്ഞെന്താണ് റോഡിലാണോ നിക്കണേന്ന്. ഇതാണ് ടോൺ എങ്ങനെയായിരുന്നു? ഞാൻ മര്യാദക്ക് എന്നെ സംസാരിച്ച മനസ്സിലായ ബ്രോ മാത്രല്ല അവിടെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. കത്താന്ന് പറയുമ്പോഴും തിരിച്ചും കുറച്ചോണ്ടിരിക്കും ഇങ്ങോട്ട്. അത് വിടറാ എടാ കൊമ്പ. എടാ നമ്മള് ഗ്യാങ് ഇല്ല, അത് വിട്. നിങ്ങളെ ഒരാൾ സംസാരിക്കടാ, ഒരാൾ സംസാരിക്കും. ഈ ഇത്ര നേരം അങ്ങോട്ടോണ്ട് കാര്യം പറഞ്ഞോണ്ട് നിൽക്കല്ലേ ഈ പുള്ളിയെ കൊണ്ട് റേസ് ആയത്. എടാ ഒരാള് പറയടാ. എടാ എല്ലാരും സംസാരിക്കടാ. ഒരാള് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ ഗ്യാങ്ങിനൊന്നും വേണ്ടില്ല. നിങ്ങളോട് മര്യാദ സംസാരിച്ചോണ്ട് ഇത്ര നേരം ഇത്ര
നേരം സിറ്റുവേഷൻ പറഞ്ഞു നിൽക്കില്ല, നീയാണ് ഇങ്ങോട്ട് റേസ് ആയത്, മനസ്സിലായി? ഇത്ര നേരം സിറ്റുവേഷൻ പറഞ്ഞു നിൽക്കുന്നു ഇവിടെ. എടാ മോലെ ഞാൻ മോലെ ഈ റോട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പോയത് നിങ്ങളാണ്, മനസ്സിലായില്ലേ? നമ്മൾ ഇത് എടാ ഞാൻ പറയട്ടെ, അത് ഞാനതാ പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ ക്യാമറ എടാ ഈ പ്രഷറാന്ന് പറയണ്ടാ. കാർന്നോ ഇല്ലേ വന്നേ മാറടാ വന്നേ എടാ കാറിൽ ഈ കോൺട്രാടി നിർത്താൻ പറയട്ടെ. ഞാൻ നിന്നെ വന്നിട്ട് മര്യാദക്കാണ് വിളിച്ചത്. കാറിൽ ഒരു സിറ്റുവേഷൻ അറിയുന്ന ഒരാളും കൂടെ വരാൻ പറഞ്ഞിട്ട് അതും പിന്നെ ഈ ഒരു കാര്യം സോൾവ് ആക്കാൻ സംസാരിക്കും, പിന്നെ അതും കിടന്ന് ഈ മറ്റേ കൗണ്ടർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബ്രോ നിങ്ങൾ രണ്ടാള് ബ്രോ, ഇത് എല്ലാരും വന്ന് കഴിഞ്ഞാൽ അവർക്ക് കേൾക്കുമ്പോ പിന്നെ അവർക്ക് അവരുടെ ഒപ്പീനിയൻ പിന്നെ പറഞ്ഞു തുടങ്ങേണ്ടി വരും. നിങ്ങൾ കാറിൽ ഒരു ആ സിറ്റുവേഷൻ ഉള്ള ഒരാളോട് വന്നു. അല്ല ഇവിടെ നമ്മളാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എടാ ആ സംസാരമൊക്കെ നിർത്തി. അവിടെ ആരാ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എല്ലാരും മാറടാ, എല്ലാരും മാറാണ്. കൊമ്പൻ എന്തിയെ? കൊമ്പൻ മാത്രമേ വന്ന കാരണം ഞാൻ പറഞ്ഞുതരാം. അറിയില്ല, ഈ ബ്ലാക്ക് പുള്ളി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെല്ലാരും ഇവിടെ നിക്കുവാടാ, ഇവരെ വണ്ടി വന്ന് പെട്ടെന്ന് അങ്ങ് ഇടിച്ച്. അപ്പൊ ഇടിച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ കൂടുതൽ ആൾക്കാർ നമ്മൾ നേരെ ചെന്ന് പോയി ചോദിച്ചു. അപ്പൊ ഈ ചോദിച്ച സമയത്ത് അവര് കത്തലാന്നാണ്. അപ്പൊ അത് മനസ്സിലായി ബ്രോ, ഇതിന്റെ അകത്തോട്ട് വരുമ്പോ പയ്യെ വന്നൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ബ്രോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി ഇന്നൂടെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ റോട്ടിന്റെ നടുവിലല്ല നിൽക്കുന്നത്, ഇതിന്റെ അകത്ത് നമ്മൾ ഡ്രസ്സ് മാറും. ബേസിക്കലി നിങ്ങളാകുമ്പോ ഇപ്പൊ ഒരു വാറടിക്കാൻ പോകുമ്പോ എന്തുണ്ടെങ്കിലും ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ തന്നെ നിൽക്കുക. അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ സംസാരിച്ചത്. കത്തിയ ഹലോ എടാ എന്റെ നാളെ കത്തിയത് ഈ സാധനമാണോ കത്തിയത്? എന്റെ മിനിറ്റാണോ പോയത്? കത്തിപ്പോയി. ഓക്കെ, അപ്പം ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ സംസാരമായി തുടങ്ങിയത്. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഗ്യാങ് ഏതാന്ന്. ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതെ വെച്ച് കോംപ്രമൈസ് ചെയ്യാം. ഗ്യാങ് എന്ന് നിങ്ങൾ ആരും പേര് പറയുന്നില്ല, മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വണ്ടി നേരെ പോയി. ഇല്ല ബ്രോ, കേവിയാന്ന് ബ്രോ, കേവിയാന്ന് എനിക്കറിയില്ല. ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് തിരിച്ചു വന്നപ്പോ പോലും കേവിയാണോന്ന് ചോദിച്ചത്. അല്ലേ സാൻഡ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടുന്ന് വരാൻ പറഞ്ഞ എന്റെ അടുത്തൊക്കെ മാറില്ല. അവിടെ നിന്ന് നമ്മളിവിടെ വരുമ്പോൾ ഇപ്പൊ രണ്ടാള് ചത്ത് കിടക്കുവാണ്. നമ്മള് നിങ്ങളൊരു 35 പേര് ഇവിടെ നിൽപ്പുണ്ട്, നേരം നിൽപ്പുണ്ട്. എന്താ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഡ്രസ് മാറാൻ വന്നാ. ഞാൻ അവിടെ വന്ന് കേറിയപ്പോ തന്നെ 2 പേര് അവിടെ ചത്ത് കിടക്കുന്ന ഞാൻ ഓൾറെഡി കണ്ടു. പിന്നെ എനിക്ക് മറ്റേ സമ്പർക്കം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് മറ്റേ ഈ പോലീസ് വണ്ടി ഞാൻ വന്നിടിച്ച്. അതുള്ള കാര്യം, പോലീസ് വണ്ടി ഞാൻ വന്നിടിച്ചത് ശരിയാണ്. അത് ഞാൻ കള്ളം വന്ന് പറയണല്ലേ, ആ കാര്യമാണ്. ഇടിച്ചു, പക്ഷെ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞു, ബ്രോ ഞാൻ കണ്ടില്ല, ഞാൻ ആരെയും ചത്ത കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് താഴെ കിടക്കുന്ന കണ്ടില്ല, പിന്നെ നിന്റെ വേറെ ആരെങ്കിലും ആണോന്ന് ഇങ്ങനെ ഒരു ടോക്ക് വന്നു റോങ് ആയിട്ട്. അത് വന്നപ്പോഴാണ് ബാക്കി ചെയ്യുന്ന ആള് പറഞ്ഞത് അന്ന് ബ്രോ വഴിന്ന് മാറി നിൽക്കണായിരുന്നു, അങ്ങനെ ചാവണ്ടായിരുന്നു. നമ്മളായിട്ട് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തിട്ടില്ല ബ്രോ. ഞാൻ വൃത്തി നിന്റെ അടുത്ത് വന്നത് ആ പറഞ്ഞിട്ട് ബ്രോ രണ്ടാള് ചത്തടക്കുന്നല്ലേ പറഞ്ഞോളൂ. നീ പറഞ്ഞ പോലെയാണോ പറഞ്ഞത്? അല്ലല്ല, രണ്ടുപേരും ചത്തടക്കുന്നത് നിന്റെ മറ്റോ വല്ലതും ആണോന്നല്ലേ അങ്ങനെ ഒരു ടോക്ക് വന്നു. മറ്റോ വേണ്ടോ അങ്ങനെ ചോദിച്ചോ? അങ്ങനെ ചോദിച്ചു. കാര്യമായിട്ട് ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങൾ റേസ് ചെയ്തത്. അല്ലെ ഞങ്ങൾക്ക് വരേണ്ട ആവശ്യമുണ്ട്. പിന്നെ നിന്റെ വേറെ ആരെങ്കിലും അങ്ങനെ ഒരു ടോക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ റേസ് ആയത്. നിങ്ങൾ റോങ് ആയതുകൊണ്ടാണ് നമ്മൾ റേസ് ആയത്. അത് നമുക്ക് റേസ് ആവേണ്ട ഒരു ആവശ്യം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ബ്രോ. മറ്റേ അറ്റ്ലാസ് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മള് കേവിയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ല. അത് അറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോ മറ്റേ നിങ്ങളെ ആരോരുത്തും പറഞ്ഞു നമുക്ക് ഏതവനാണെങ്കിലും നമുക്കൊരു ഇതാന്ന് പറഞ്ഞു. അതെപ്പോഴാ പറഞ്ഞത്? ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നതിന് തൊട്ട് മുമ്പ്. അല്ല ബ്രോ, ഞാൻ അപ്പഴല്ല കേവിയാന്ന് പറഞ്ഞത്. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ. ഞാൻ പറയട്ടെ കേവിയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് പറഞ്ഞു ബ്രോ. നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ നിങ്ങള്
കേവിയോ അല്ല സോറി കാർലോ ഇത് നമുക്കടി നമ്മളടിക്കും സംസാരിക്കും. എടാ എന്താണ് ഇത് ഇങ്ങനെയാണ് ഇവര് അടിക്കുന്നത്? അല്ല ബ്രോ നമ്മള് ഗ്യാങ് ആയിട്ടില്ല ഇതിനോട്. പിന്നെന്തോ അടി അടിപൊളി നമ്മളതിനൂടെ ഗ്യാങ് അല്ല. സംസാരിച്ചോണ്ടിരിക്കണേ മാറിയങ്ങോട്ടെന്തോ അടിച്ചടിച്ചാത്ര കാർലോ ഇതാണ് ഉണ്ടായത്. അല്ല ഞാൻ പറഞ്ഞ അല്ല ഞാൻ തിരിച്ചു അല്ല നിങ്ങൾ വണ്ടി പോയപ്പോ അതാരും സംസാരിച്ചു അതുവരെ കെ വി ആണെന്നുള്ള കാര്യം അതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോ എനിക്ക് ഡൗട്ട് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ചോദിച്ചത് കെ വി ആണോന്ന്. അതിന്റെ അകത്ത് ആരാ ബ്രോ പറഞ്ഞ ആരാണേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് അവിടെ ഉണ്ടായത്. അത് നമ്മ കെ വി ആണെന്ന് അറിയത്തില്ല. ഞാനത് ചോദിച്ചായിരുന്നു. മുമ്പ് ഇവിടെ സംസാരിക്കുവോ പറയുന്ന കേക്കാവോ? എന്തോടാ കേട്ടില്ല. മാറിപ്പോയതല്ലേ മനസ്സിലായോ? എടാ അത് തന്നെ നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം വന്നപ്പോഴും പറഞ്ഞതാണ് ഇവിടെ സിറ്റുവേഷൻ ആണ്. ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങളോട്. നിങ്ങൾ 30 പേരുടെ നമ്മളെ വിളിച്ച് പറഞ്ഞു തരണം അവിടെ സിറ്റുവേഷൻ ആണ്. മനസ്സിലായോ? ഞാൻ പറയട്ടെ കേക്കാവോ? നിന്റെ ഗ്യാങ്ങിലുള്ള ഓരോരുത്തരോട് വന്ന് പറയണേ സിറ്റുവേഷൻ. നിനക്ക് ഒരാളോട് പറഞ്ഞാൽ പോലെ ഇവിടെ ഓൾറെഡി പറഞ്ഞതാ. അതന്നെ എടാ മാറിയത് എന്നാ മാറിക്കോ. നിന്റെ പ്രശ്നം എന്തുവാടാ? എടാ ഓരോരുത്തരും വന്നോണ്ട് നിൽക്കാണ് അവിടെ. എടാ നീ ഇല്ല അത് നീ വിട് സംസാരിച്ചോട്ടെ. നിർത്തിക്കേ നിങ്ങൾക്ക് ഗ്യാങ് ഒന്നും അറിയണ്ടായിരുന്നില്ലല്ലോ? ഇല്ല എടാ എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയത്തില്ല. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് വണ്ടിയിൽ ചോദിച്ചത് കെ വി ആണോന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ ആദ്യം ചോദിക്കുന്നത്. പക്ഷെ അപ്പൊ ആരും എനിക്ക് കെ വി ആന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല വണ്ടി എടുത്ത് പോകുന്നവരെ. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് അവർ കെ വി ആന്ന് പറയുന്നത്. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്തായാലും നമ്മളെ ഭാഗത്തു നിന്നുള്ളതാണ് എന്തായാലും നമ്മള് സോറി പറയുന്നത്. ഓക്കെ അതിപ്പം ഞാൻ പറയാം എനിക്കാണല്ലോ ഇപ്പൊ ഞങ്ങൾ സിറ്റുവേഷൻ ആക്കാനായിട്ട് ഒരു താല്പര്യമില്ല. നിങ്ങളിപ്പോ കെ വി എന്ന് അറിഞ്ഞിട്ടാണ് അവിടെ ഞാൻ പറഞ്ഞില്ല നമ്മൾ അന്നേ സംസാരിച്ചില്ലേ നമുക്ക് നിങ്ങളായിട്ട് നല്ല ടൈംസ് പോകണം തന്നെ. ഇത് സിറ്റുവേഷൻ ഇത് വിടാം. ഇതിന്റെ പേരിൽ വേറെ ഇതാക്കാറ് വേറെ ആരും ഇതിന്റെ ഫോളോ അപ്പ്. എന്നാലും ഞാൻ പറഞ്ഞ വെച്ചാൽ എന്തെങ്കിലും ഒരു സംസാരം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഗ്യാങ് ആണോ ചോദിക്കുമ്പോൾ നിങ്ങൾ കെ വി ഒന്ന് മെൻഷൻ ചെയ്തതിനെ മനസ്സിലായില്ലേ? നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളായിട്ട് സംസാരിച്ച് ഡ്രോപ്പ് ചെയ്യാലോ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം. അതാ ഞാൻ പിന്നെ അത് ആദ്യം ഇതാരായിരുന്നു? നിന്റെ പേരെന്താ? എന്റെ പേര് ട്യൂബ്. എന്താണ് നിന്റെ പേരെന്താ? എന്റെ പേര് പോപ്സ് ബ്രോ. ഗ്യാങ് ആയില്ലടാ. നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കാവും. അറിയായിരിക്കുമല്ലോ. ദ ഗ്രേറ്റ് അണ്ടകടാഹം. എന്താ മോനെ കേട്ടില്ല? എന്താ മോനെ കേട്ടില്ല? നില്ലടകില്ലേ ഓ ഗ്യാങ്ങിന്റെ ഫുൾ ഫോം അറിയാം. ഗ്യാങ്ങിന്റെ പേരില്ലേ?
ആരാടാ മറക്കാറാവാത്ത? അയ്യേ നിന്നെ ഓർക്കാൻ നീ ഏതാ? നിന്നെ ഓർക്കാൻ നീ ഏതാ? നിന്നെ ഓർക്കാൻ നീ ഏതാ പറ. ആ ഗ്യാങ് ആവുമ്പോടാ. എടാ ഗ്യാങ് ആവുമ്പോടാ. ഗ്യാങ് ആവുമ്പോ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞിട്ട് നീ വാ. 2 ദിവസം കഴിയുമ്പോ നീ പോരെ. നീ പോവണ്ട നീ ഇവിടെ തന്നെ കാവല് നിന്നോ. നീ പോവണ്ട നീ കാവല് നിന്നോടാ അവിടെ തന്നെ. നിങ്ങളുടെ ആരെങ്കിലും പോ പറഞ്ഞ നീ എവിടെയെങ്കിലും നില്ലടാ മോനെ. അയ്യോ ഒന്നുമില്ല ഇത്തിരി ഫ്രസ്ട്രേഷൻ കൂടി വന്നാ കുറച്ച് ഫ്രസ്ട്രേഷൻ കൂടി വന്നല്ലേ കുഴപ്പമില്ല. ഫ്രസ്ട്രേഷൻ ഉണ്ടാവും മക്കളെ. കുറച്ച് ഫ്രസ്ട്രേഷൻ കൂടി വന്നല്ലടാ മക്കളെ. അമ്മേ ഫ്രസ്ട്രേഷൻ പീക്ക്. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ മാറ്റിത്തരാം. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ മാറ്റിത്തരാം. ഇനിയും മാറ്റിത്തരും കുട്ടാ. എടാ ഇനിയും മാറ്റിത്തരും. തരാം. ഇവിടെ തന്നെ ഉണ്ട്. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ മാറ്റിത്തരാൻ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായ? എടാ എവിടെയും പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാ കുട്ടാ. മാറ്റി തരടാ കുട്ടാ. കൊണ്ട് മടുത്ത് ഇവിടെ വന്നല്ലേ. തരാം. പേടിക്കണ്ട തരാം. അത്ര പറ്റത്തുള്ളൂ. വല്ല ചെയ്യാനുണ്ടോ നിനക്ക്? ചെയ്യണ്ട. അയ്യയ്യേ